ശരിക്കും പറഞ്ഞാൽ കളി കണ്ട കുളിരുണ്ടല്ലോ അത് ഇതുവരെ പോയിട്ടില്ല. ഏതാ പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫ് തന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ബാഴ്സലോണ ആണ് കളിൻ്റെ തുടക്കം മുതൽ റാഫിൻ്റെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നവരെ ഭയങ്കരമായിട്ട് ലീഡിങ് പെർഫോമൻസ് കാണിച്ചത്. ഫസ്റ്റത്തെ ഒരു യമാൻ്റെ ഒരു പാസ് ഉണ്ടായിരുന്നു, റൈറ്റ് വിങ്ങിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു പാസ് റാഫിനയിലേക്ക്. അത് റാഫിനെ പുറത്തടിച്ച് കളഞ്ഞു, ഒരിക്കലും വിചാരിച്ചില്ല. അതിനു പിന്നാലെ റാഫിനെ കിട്ടിയ രണ്ടാമത്തെ ചാൻസ് അത് കിഡിലനായിട്ട് റാഫിനെ പോസ്റ്റിലേക്ക് ഇടിച്ചു കളഞ്ഞു. അതുവരെ ബാഴ്സലോണ ഭയങ്കര ലീഡിങ്ങിലായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഗോൾ വീണപ്പോൾ ഇത് റയൽ മാഡ്രിഡിന്റെ കയ്യിൽ നിന്ന് കളി പോയിക്കണ്, ബാഴ്സലോണ ലീഡ് ജയിക്കും തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അതിന് പിന്നാലെ വിനീഷ്യസ് അടിച്ച ഒരു ഗോൾ ഉണ്ടല്ലോ, ആ ബോൾ കറക്റ്റായിട്ട് വിനീഷ്യസ് റിസീവ് ചെയ്തു, കൊണ്ടുതന്നെ ഒരു നെഡ്മഗിലൂടെ വീഴ്ത്തി, അതിനുശേഷം ഒരു ഫേക്ക് എടുത്തുകൊണ്ട് ഒരു അടി അടിച്ചു വിനീഷ്യസ്. ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, പെർഫെക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ഇത്രക്ക് ഒരുപാട് കളി ബാഡ് പെർഫോമൻസ് കാണിച്ച വിനീഷ്യസ് ജൂനിയർ ആണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് ആ ഒരു ഗോൾ അടിച്ചിട്ടാണ്. അത് മതി, വിനീഷ്യസിന് കഴിഞ്ഞ അതാണ് എക്സ്പെക്ട് ചെയ്തത്, അത് അടിച്ചു കഴിഞ്ഞു വിനീഷ്യസ്. അങ്ങനെ 1-1 മാച്ച് ഇങ്ങനെ പോകുന്ന സമയത്താണ് ലെവൻഡോസ്കിയുടെ ഒരു കിടിലൻ ഗോൾ വീണ്. പെഡ്രിയുടെ കിടിലൻ ത്രൂ ബോൾ പാസ് ലെവൻഡോസ്കി എടുക്കുന്നു, നൈസായിട്ട് ചുപ്പ് ചെയ്യുന്നു, ബോൾ പോസ്റ്റിലേക്ക് കയറുന്നു, രണ്ടാമത്തെ ഗോൾ. ഫസ്റ്റ് ഹാഫിലെ അവസാന നിമിഷത്തിലാണ് വിനീഷ്യസ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇനിയൊരു ഗോൾ വീഴൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ടൈമിലാണ് ലെവൻഡോസ്കി ഗോൾ അടിച്ചത്. റോഡ്രിഗന്റെ സെറ്റ് പീസുകളൊക്കെ അടിപൊളിയായതുകൊണ്ട് ചാൻസസ് അവിടെ ഉണ്ടായിരുന്നു ഗോൾ വീഴാനുള്ള. അത് തന്നെയാണ് സംഭവിച്ചതും, ഗോൾ വീണു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 2-2 അവസാനിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ ബാഴ്സ ആണെങ്കിലും റിയൽ മാഡ്രിഡ് ആണെങ്കിലും ഒപ്പത്തിനൊപ്പമുള്ള ഒരു പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ കണ്ടത്. പക്ഷെ എന്താ പറയാ, റാഫിനിന്റെ ആ ഒരു ഡിഫ്ലക്ഷൻ ബോളാണ് ബാഴ്സന്റെ ഗതി മൊത്തം മാറ്റിയത്. ഒരു ലീഡിംഗ് ഗോളിലേക്ക് ബാഴ്സ ഉയർന്നു കഴിഞ്ഞു. അവസാന നിമിഷം വരെ റിയൽ മാഡ്രിഡിന് ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ല. പക്ഷെ സബ്ബായി ഇറങ്ങിയ ഗുള്ളർ ഉണ്ടാക്കിയ ആ ഒരു കിടിലൻ ബ്യൂട്ടിഫുൾ ഓപ്പൺ ചാൻസ് കെറാസ മിസ്സാക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആർക്കും അടിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ചാൻസ് ആണ് കെറാസക്ക് ഗുള്ളർ കൊടുത്തത്, അതുപോലും മിസ്സാക്കി കളഞ്ഞു. ഇനി എന്താ പറയാ. എനിവേ എന്തായാലും ബാഴ്സ ഒരിക്കൽ കൂടി സൂപ്പർ കപ്പ് അടിച്ചു. സാബി അലോൻസോ, എനിക്ക് ഈ കളിയിൽ തോന്നിയ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, വിനീഷ്യസ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കിട്ടിയ പെർഫോമൻസ് ആണ് വിനീഷ്യസ് ഇന്ന് കാണിച്ചത്. അത് കഴിഞ്ഞ് റിയൽ മാഡ്രിഡിന്റെ കുറച്ച് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ, ആദ്യത്തെ നെഗറ്റീവ് ആ ബെല്ലിങ്ങത്തിനെ മിഡിൽ എടുത്തിട്ട് കളയാണ്. ഒന്നും പറ്റുന്നില്ല. റിയൽ മാഡ്രിഡിന്റെ മിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കണം, മുന്നിലേക്ക് നല്ല രീതിയിൽ കളി ഇങ്ങനെ എത്തിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു സംഭവം റയൽ മാഡ്രിഡിന്റെ മിഡിൽ നിന്നൊന്നും കാണാനില്ല. സോ മിഡ് മൊത്തത്തിൽ മാറ്റണം മാഡ്രിഡ്. ഫസ്റ്റത്തെ ഗോള് വിനീഷ്യസിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, രണ്ടാമത്തെ ഗോള് റോഡ്രിഗന്റെ കിഡ്ലൻ സെറ്റ് പീസിലൂടെ ഉണ്ടാക്കിയ ഗോളാണ്. അല്ലാതെ മിഡിൽ നിന്ന് പാസ് ഇട്ട് കളിച്ച് ഗോളാക്കിയ ഒരു ഗോളും ഇല്ല. അതുകൊണ്ട് മിഡ് മാറ്റണം, കളി ഒന്നുകൂടി മാഡ്രിഡ് ഒന്നുകൂടി ഉയരാണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാഡ്രിഡിന് ഇനി നല്ല പെർഫോമൻസ് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ശ്രമിക്കുന്നു.